Dear students, today we discuss about the political parties. Political parties are indispensable for the successful functioning of democracy. ഇപ്പോൾ ജനാധിപത്യത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. മോഡേൺ ഡെമോക്രസീസ് ആർ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഇൻഡിറക്റ്റ് ഡെമോക്രസീസ്. നമ്മൾക്കറിയാം, ആധുനിക ജനാധിപത്യം ഇൻഡിറക്റ്റ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്, ഡയറക്റ്റ് ഡെമോക്രസി അല്ല. അപ്പോൾ ഇൻഡിറക്റ്റ് ഡെമോക്രസിയിൽ ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന ഭരണ സംവിധാനത്തിനെയാണ് ഇൻഡിറക്റ്റ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുക. ദി റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഇലക്റ്റഡ് പീരിയോഡിക്കലി അറ്റ് ഇലക്ഷൻ ബൈ ദി സിറ്റിസൺസ് ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ ഈ ജനപ്രതിനിധികൾ ഇലക്ഷൻ എന്ന പ്രോസസ്സിലൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് പുട്ട് അപ്പ് ദി കാൻഡിഡേറ്റ്സ് ആൻഡ് പ്രസൻറ്റ് ദെയർ പ്രോഗ്രാംസ് ആൻഡ് അപ്പീൽ ടു ദി ഇലക്ടേഴ്സ് ടു വോട്ട് ഫോർ ദെയർ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഈ ഇലക്ഷനിൽ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായ ഇലക്ഷനിൽ, രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ആൻഡ് പ്രസൻറ്റ് ദെയർ പ്രോഗ്രാംസ്, അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന പരിപാടി അവർ ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുകയും അങ്ങനെ അവർ ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഇൻഡിറക്റ്റ് ഡെമോക്രസി എന്ന റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ പ്രക്രിയയിൽ തങ്ങളുടേതായ പ്രതിനിധികളെ നിർത്തുകയും അവരിലൂടെ രാഷ്ട്രഭരണം നേടാൻ ശ്രമിക്കുകയുമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുക. പ്രത്യേകിച്ചും ഇൻ എ ഡെമോക്രസി there should be more than 2 political parties, 3 or more political parties. ഒരു ജനാധിപത്യത്തിൽ there should be 2 or more political parties. അപ്പോൾ ഒന്നിലധികം രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളുവെങ്കിൽ the people may not have any choice. They may be forced to have faith in only one political part. അപ്പോൾ ഒരിക്കലും ജനങ്ങൾക്ക് ചോയ്സ് ഉണ്ടാകുന്നില്ല ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂവെങ്കിൽ. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാകണമെങ്കിൽ ഒന്നിലധികം രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും 2 or അതിലധികമോ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കിനെ, പ്രാധാന്യത്തെയാണ് ഇത് കാണിക്കുക. അതുകൊണ്ടാണ് ചൈന ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ബിക്കോസ് there is only a single political party in China, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. അപ്പോൾ ചൈന ലോകത്തെ ഏറ്റവും വലിയ ജനങ്ങളുള്ള രാജ്യമാണെങ്കിലും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ല. കാരണം ചൈനയിൽ ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമേ ഉള്ളൂ. ദ പീപ്പിൾ ആർ നോട്ട് ഹാവിങ് എനി ചോയ്സ്. ദേ ആർ ഫോഴ്സ്ഡ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ ദാറ്റ് സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടി ഓൺലി. അപ്പോൾ ആ ജനങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഇല്ല. അവർക്ക് ആ ഒരു സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ മാത്രം ചേരുകയും അതിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോൾ ജനങ്ങളുടെ ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ലാത്തതിനാൽ സച്ച് സിസ്റ്റം കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുക. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ കക്ഷികൾ നിരവധി ഉണ്ടെങ്കിലേ, ഒന്നിലധികം ഉണ്ടെങ്കിലേ, ജനങ്ങൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയും. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യമാണ് ഇത് കാണിക്കുക. ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് കം ടു ഓക്യുപ്പൈ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഡോമിനേറ്റിംഗ് പൊസിഷൻ ഇൻ ദി പ്രോസസ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഇപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ ആ ഒരു പ്രക്രിയയിൽ വളരെയധികം പങ്കുവഹിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ആ ജനാധിപത്യത്തിലൂടെ, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലൂടെ, പ്രതിനിധികളിലൂടെ രാഷ്ട്രം ഭരിക്കപ്പെടുകയാണ്. ആ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ കക്ഷികൾ വലിയ പങ്കാളിത്തമാണ് വഹിക്കുക. പ്രസൻ്റ്ലി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ്, കൺട്രോൾ ആൻഡ് ഡോമിനേറ്റ് ഓൾമോസ്റ്റ് ദി എൻറ്റയർ ഗെയിം ഓഫ് പൊളിറ്റിക്സ് ഇൻ ഓൾമോസ്റ്റ് എവറി കൺട്രി. ഇന്ന് ആധുനിക ലോകത്തിൽ നമുക്ക് കാണാം, ഭൂരിപക്ഷ രാജ്യങ്ങളും ജനാധിപത്യ രാജ്യങ്ങളാണ്. ആ ഒരു സംവിധാനത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ്, കൺട്രോൾ ആൻഡ് ഡോമിനേറ്റ് ഓൾമോസ്റ്റ് ദി എൻറ്റയർ ഗെയിം ഓഫ് പൊളിറ്റിക്സ് ഇൻ ഓൾമോസ്റ്റ് എവറി കൺട്രി. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ആ രാഷ്ട്രീയ രംഗം നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും അതിനെ ഡോമിനേറ്റ് ചെയ്യുകയും മേൽക്കോയ്മ പുലർത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. അതിലൂടെ രാഷ്ട്രീയ കക്ഷികൾ ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണെന്ന് തെളിയിക്കപ്പെടുകയാണ്.
They exist not only in the democratic countries but also in totalitarian states. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ജനാധിപത്യത്തിലാണെങ്കിലും ടോട്ടാലിയൻ സ്റ്റേറ്റുകളിലും സമഗ്രാധിപത്യ ചൈനയെപ്പോലെ സമഗ്രാധിപത്യ രാജ്യങ്ങളിലും രാഷ്ട്രീയ കക്ഷികളുണ്ട്. പക്ഷേ അവിടെ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് മാത്രം. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ എന്നത് ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനമാണ് രാഷ്ട്രീയ കക്ഷികൾ. അപ്പോൾ എന്താണ് ഒരു രാഷ്ട്രീയ കക്ഷി? വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി? There are different definitions have been offered by different political philosophers and thinkers. എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രമീമാംസകർ പല നിർവചനങ്ങളും ഡെഫിനിഷൻസും നൽകിയിട്ടുണ്ട്. പ്രൊഫസർ ആർ.എൻ. ഗിൽക്രിസ്റ്റ് ഡിഫൈൻസ് എ പൊളിറ്റിക്കൽ പാർട്ടി ആസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് who profess to share the same political views and who by acting as a political unit try to control the government. പ്രൊഫസർ ആർ.എൻ. ഗിൽക്രിസ്റ്റ് പറയുന്നു, ഒരു രാഷ്ട്രീയ കക്ഷി എന്നാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസ്ഡ് സിറ്റിസൺസ്. അപ്പോൾ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ്, അപ്പോൾ പൗരന്മാരുടെ സംഘടിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു പൗരന്മാരുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അവരാരായിരിക്കണം? ഹു പ്രൊഫസ് ടു ഷെയർ ദി സെയിം പൊളിറ്റിക്കൽ വ്യൂസ്, ഒരേ രാഷ്ട്രീയ ആശയങ്ങൾ പിന്തുടരുന്നവരായിരിക്കണം. ആൻഡ് ഹൂ ബൈ ആക്ടിങ് ആസ് എ പൊളിറ്റിക്കൽ യൂണിറ്റ്, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചവരായിരിക്കണം. ട്രൈ ടു കൺട്രോൾ ദി ഗവൺമെൻറ്, അതിലൂടെ ഗവൺമെൻറ്റിനെ, ഭരണകൂടത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. അപ്പോൾ ഒരേ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഭരണത്തിലെത്തുവാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രക്രിയയിൽ ഭാഗഭാക്കാകുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഓർഗനൈസ് ചെയ്യപ്പെട്ട, സംഘടിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം സിറ്റിസൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ആർ.എൻ. ഗിൽക്രിസ്റ്റ് പറയുക. അതുപോലെ തന്നെ 4 elements ആർ നെസസറി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. എല്ലാ ഗ്രൂപ്പുകളും രാഷ്ട്രീയ കക്ഷികളല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടൊരു ഗ്രൂപ്പിന് മാറണമെങ്കിൽ അതിന് 4 എലമെൻറ്റുകൾ അവിഭാജ്യ ഘടകങ്ങളായിട്ടുണ്ട്. 4 ഘടകങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, പീപ്പിൾ മസ്റ്റ് ബി ഓർഗനൈസ്ഡ്. പീപ്പിൾ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കണം, സംഘടിപ്പിക്കപ്പെട്ടിരിക്കണം. ഒരു ആൾക്കൂട്ടം പോരാ, അതൊരു ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിരിക്കണം. 2, വാട്ട് ബൈൻഡ്സ് ദ പീപ്പിൾ ടുഗെദർ ഈസ് എ കോമൺ ബിലീഫ് ഇൻ സെർട്ടൈൻ പ്രിൻസിപ്പിൾസ്. ചില തത്വങ്ങളിൽ സമാന ചിന്താഗതിക്കാരായിരിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ ആശയത്തിൽ ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുക. 3, എ പൊളിറ്റിക്കൽ പാർട്ടി സീക്സ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് പോളിസീസ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ആൻഡ് ബൈ ക്യാപ്ചറിങ് ദി ഗവൺമെൻറ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനാനുസൃതമായ വഴികളിലൂടെ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നവരായിരിക്കണം. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായിരിക്കരുത്. ഭരണം ലഭിക്കുവാൻ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കരുത് ഒരു രാഷ്ട്രീയ കക്ഷി. മറ്റൊന്ന്, പൊളിറ്റിക്കൽ പാർട്ടി എക്സിസ്റ്റ് ടു പ്രൊമോട്ട് ദി നാഷണൽ ഇൻട്രസ്റ്റ് ആസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ സെക്ടേറിയൻ ഓർ കമ്മ്യൂണൽ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വർഗീയതയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടവരോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ ആയിരിക്കരുത്. മറിച്ച് അവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ടു പ്രൊമോട്ട് ദി നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. ഇങ്ങനെയുള്ള 4 ഘടകങ്ങൾ ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുക. അത് 4 ഘടകങ്ങൾ അനിവാര്യമാണ് ഒരു ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറാൻ. ഒന്നാമത്, അതൊരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്, അതിനൊരു കോമൺ ബിലീഫ് ഉണ്ടായിരിക്കണം. മൂന്നാമത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസിലൂടെ ആയിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ. 4, അവർ ഒരിക്കലും ഒരു സെക്ടേറിയൻ കമ്മ്യൂണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി, ദേശ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പായിരിക്കണം. ഇങ്ങനെ 4 എലമെൻറ്റുകൾ ഉള്ള ഒരു ഗ്രൂപ്പിനെ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഒരു രാഷ്ട്രീയ കക്ഷി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു രാഷ്ട്രീയ കക്ഷി എന്നാൽ ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്ന, രാജ്യ താല്പര്യത്തിന് പ്രാധാന്യം നൽകുന്ന, ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുക. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. 1, പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർഗനൈസ് ആൻഡ് ഫൈറ്റ് ഇലക്ഷൻസ് ഓൺ എ ഡിറ്റർമൈൻഡ് പ്രോഗ്രാം വിച്ച് ഈസ് പുട്ട് ബിഫോർ ദി ഇലക്ടറേറ്റ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഡിറ്റർമിൻഡ് പ്രോഗ്രാമിൻ്റെ പുറത്തായിരിക്കും.
അപ്പോൾ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ഒരു പരിപാടിയോടുകൂടി, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന, ആ ലക്ഷ്യം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒന്നാമത്തെ കർത്തവ്യം. അതായത് വ്യക്തമായ പ്രോഗ്രാമുകൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ആ പ്രോഗ്രാമിൻ്റെ മേൽ ഇലക്ഷനിൽ മത്സരിക്കുക എന്നതാണ് രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നാമത്തെ കർത്തവ്യം. 2, പൊളിറ്റിക്കൽ പാർട്ടീസ് അസിസ്റ്റ് ഇൻ ദി ഫോർമുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദി ജനറൽ വിൽ ബൈ ഓർഗനൈസിങ് ആൻഡ് വിന്നിങ് ദി ഇലക്ഷൻ. അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലൂടെയാണ്. അങ്ങനെ അവർ അവരുടെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ജനങ്ങളുടെ അഭിലാഷങ്ങളെ അവർ ഒരു പ്രോഗ്രാമായിട്ട് ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുകയും അവർ ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്താൽ അവർ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പ്രകടനം നടത്തപ്പെടുന്നത് ജനപ്രതിനിധികളിലൂടെയാണ്. ആ ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷികളിലൂടെയാണ് ഇലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങളെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ. 3, പൊളിറ്റിക്കൽ പാർട്ടീസ് എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ ആൻഡ് മൗൾഡ് പബ്ലിക് ഒപ്പീനിയൻ. പൊളിറ്റിക്കൽ പാർട്ടീസ് എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ. അവർ സ്കൂളുകൾ നടത്തുന്നു, കോളേജുകൾ നടത്തുന്നു എന്നല്ല ഇതിനർത്ഥം. അവർ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നു. പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും ഷുഡ് ബി അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവരുടെ കർത്തവ്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ടാകണം. ദേ ഷുഡ് ബി അവെയർ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവബോധമുണ്ടാകണം. ഇതെല്ലാം സാധിക്കുന്നത് ഏതിലൂടെയാണ്? പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ. അവർ രാഷ്ട്രീയ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകുകയാണ്. എന്താണ് രാഷ്ട്രപ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുക, എന്താണ് ഒരു പൗരൻ്റെ കടമ, എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, നയങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ രാഷ്ട്രപ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തുവാൻ, അവർക്ക് അതിനു വേണ്ട കഴിവും പ്രാപ്തിയും ഉണ്ടാക്കുവാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതുപോലെ തന്നെ മൗൾഡ് പബ്ലിക് ഒപ്പീനിയൻ. ഒരു വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നത് രാഷ്ട്രീയ കക്ഷികളിലൂടെയാണ്. അപ്പോൾ ജനാഭിപ്രായത്തെ മൗൾഡ് ചെയ്യുക, ജനാഭിപ്രായത്തെ രൂപീകരിക്കുക എന്നതും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മറ്റൊരു കർത്തവ്യമാണ്. മറ്റൊന്ന്, പൊളിറ്റിക്കൽ പാർട്ടീസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദ പബ്ലിക് ഒപ്പീനിയൻ വിച്ച് ദേ ഹാവ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ മൗൾഡിങ്. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ജനാഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ, അത് പ്രാബല്യത്തിൽ വരുത്താനാണ് പൊളിറ്റിക്കൽ പാർട്ടി ശ്രമിക്കുക. കാരണം ആ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ വളരെയധികം പങ്കാളിത്തത്തിൽ ഉപകരണമായി നിന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. കാരണം അവരായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിൽ വലിയ പങ്കാളിത്തം എടുത്തത്. 5, പൊളിറ്റിക്കൽ പാർട്ടീസ് സെക്യൂർ ഹാർമണി ഓഫ് ആക്ഷൻ എമംഗ് ദി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്. ഇറ്റ്സ് എ യൂണിഫയിങ് ഏജൻസി വിച്ച് മേക്സ് ഡെമോക്രസി വർക്കബിൾ. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി സെക്യൂർ ഹാർമണി ഓഫ് ആക്ഷൻ എമംഗ് ദി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, പല വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെ സുതാര്യത, അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള പ്രവർത്തനം വളരെ നല്ല രീതിയിലാകുവാനുള്ള ശ്രമം രാഷ്ട്രീയ കക്ഷികൾ, കാരണം ഭരണത്തിലിരിക്കുന്നതും രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. അപ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന, അവരിലിടയ്ക്കിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകാതെ ഒരു ഹാർമണി കാത്തു സൂക്ഷിക്കുക എന്നതും രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ യൂണിഫയിങ് ഏജൻസി, ഒരു ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ജനാധിപത്യം പ്രവർത്തിക്കണമെങ്കിൽ വിവിധങ്ങളായ ഘടകങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണം. ആ ഒരു ഏകോപനം സാധ്യമാകുന്നത്, ആ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം സാധ്യമാക്കേണ്ട കടമ കൂടി പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിക്ഷിപ്തമായിരിക്കുന്നു. മറ്റൊന്ന്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൾസോ കോർഡിനേറ്റ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയിൽ, നമുക്കറിയാം നിയമനിർമ്മാണ സഭയിൽ ജനപ്രതിനിധികളാണുള്ളത്. അവർ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നോമിനീസ് ആയിരിക്കും. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുക, ലെജിസ്ലേച്ചറിൻ്റെ, നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഒരു വിഷയത്തിൽ, ഒരു നിയമനിർമ്മാണത്തിൽ കൃത്യമായ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നത് ഒക്കെ രാഷ്ട്രീയ കക്ഷികളുടെ ഫംഗ്ഷനിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മെമ്പേഴ്സ്, അവരുടെ മെമ്പേഴ്സിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ഒരു വിഷയത്തിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുവാൻ, അങ്ങനെ ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനം, ജനപ്രതിനിധി സഭയുടെ പ്രവർത്തനം സുതാര്യമായി കൊണ്ടുപോകാനുള്ള നേതൃത്വം കൊടുക്കേണ്ടതും പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൾസോ കോർഡിനേറ്റ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ. 7-ാമതായി,
പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ലിങ്ക്സ് വിച്ച് കീപ്പ് ദി ഇൻഡിവിജ്വൽ ഇൻ ടച്ച് വിത്ത് ദി ഗവൺമെൻറ്. അപ്പോൾ ഭരണകൂടവുമായിട്ട് ജനങ്ങൾക്കുള്ള ഒരു ലിങ്ക് അത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുക. അവർ രാഷ്ട്രീയ കക്ഷികളുടെ നോമിനികളായിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ഭരണവുമായിട്ട് അല്ലെങ്കിൽ ഭരണകേന്ദ്രവുമായിട്ട് ബന്ധമില്ല. അത് തമ്മിലുള്ള ലിങ്ക്, ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ലിങ്കായി പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതുപോലെ തന്നെ ഇറ്റ് കോർഡിനേറ്റ്സ് ദി ഫങ്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ്റിൽ 3 ബ്രാഞ്ചുകളുണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നത്. അതിൽ ജുഡീഷ്യറിയെ മാറ്റി നിർത്തിയാൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും വളരെയധികം ബന്ധമുണ്ട്. കാരണം ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരാലാണ് എക്സിക്യൂട്ടീവ് രൂപീകരിക്കപ്പെടുക. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. നമുക്കറിയാം, MLA-മാരാലാണ് മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇലക്ട് ചെയ്യപ്പെടുക. ഈ MLA-മാർ രാഷ്ട്രീയ കക്ഷികളുടെ നോമിനീസ് ആയിരിക്കും. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനവും ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനവും ഒരുപോലെ പോകണം, എങ്കിൽ മാത്രമേ ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് പോകൂ. അപ്പോൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നതും രാഷ്ട്രീയ കക്ഷികളുടെ, പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ നിരവധിയായ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും അവിഭാജ്യമാണ്, പ്രത്യേകിച്ചൊരു ജനാധിപത്യ സംവിധാനത്തിൽ. കാരണം രാഷ്ട്രീയ കക്ഷികളിലൂടെയാണ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുക. അതുപോലെ തന്നെ ഭരണകൂടവുമായിട്ടുള്ള ലിങ്ക് രാഷ്ട്രീയ കക്ഷികളാണ്. അതുപോലെ തന്നെ ഇവർ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു. വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങളെ, ജനറൽ വില്ലിനെ, ജനങ്ങളുടെ അഭിലാഷങ്ങളെ ഇവർ അസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ ഇലക്ഷനെ നേരിട്ട് ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുവാൻ, ജനാഭിലാഷങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ എന്താണ് രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറഞ്ഞാൽ? ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യപരമായി ഭരണഘടനാപരമായി പ്രവർത്തിച്ചുകൊണ്ട് അധികാരത്തിലെത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുക. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊളിറ്റിക്കൽ പാർട്ടി. ജനാധിപത്യത്തിൽ മറ്റൊരു കാര്യം, ഒരു പാർട്ടി മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ ജനാധിപത്യമെന്ന് പറയില്ല. കാരണം ജനങ്ങൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദികളില്ലാത്തതിനാൽ അതിനെ ജനാധിപത്യമെന്ന് പറയില്ല. പക്ഷേ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റുകളാണത്, സമഗ്രാധിപത്യ സ്റ്റേറ്റുകളാണത്, ചൈനയെപ്പോലെ, ഉത്തര കൊറിയയെപ്പോലെ. പക്ഷേ അവിടെയും രാഷ്ട്രീയ കക്ഷികളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ എന്നാൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും അധികം പാർട്ടികൾ പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യം കൂടുതൽ വർക്കബിളായി മാറും. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ. ബിക്കോസ് most of the modern countries are democratic countries. In such a system, in a democratic system, we cannot avoid the importance of political parties.